ബാക്ക് ടു നെഹ്ലാസ് വ്ലോഗ്. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ചെമ്മീൻ ഫ്രൈയും അതിൻ്റെ ഒപ്പം കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ചോറും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 500 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഹെഡോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകത്തിൻ്റെ പൊടിയാണ് 1/4 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ക്രഷ് ചെയ്ത കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ടാണ്. അത് നന്നായിട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രോൺസ് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ പ്രോൺസും ഞാൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം പാൻ ചൂടാക്കുക, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറി ലീഫ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചെമ്മീൻ ഓരോന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ചെമ്മീനും ഇതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ സൈഡ് ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പ്രോൺസ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെച്ച് ബാക്കിയുള്ളതും കൂടി അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ചെമ്മീൻ ചോറ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്നത്. സെയിം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി വന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ബോയിൽ ചെയ്ത നമ്മുടെ സാധാ ചോറുണ്ടല്ലോ, ഞാനിവിടെ പൊന്നി റൈസാണ് എടുത്തിട്ടുള്ളത്. ആ പൊന്നി റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ച നമ്മുടെ പ്രോൺസും കൂടി അതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം പ്രോൺസ് വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുതേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. കൂടുതൽ വീഡിയോസായിട്ട് നെഹ്ലാസ് വ്ലോഗ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നെഹ്ല. See you soon in the next video. Bye.